Recording in progress. നമസ്കാരം. പുതിയ ക്ലാസ്. ഈ ക്ലാസ് മുതൽ നമ്മൾ ഫോംസ് പൂരിപ്പിക്കുന്ന വിധമാണ് പറയുന്നത്. ഇപ്പോൾ തിയറി മുഴുവൻ നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ പിന്നെ തിയറി നന്നായി പഠിച്ചു. നമ്മൾ എത്ര മിടുക്കൻ തിയറി പഠിച്ചു, ഏത് സംശയം ചോദിച്ചാലും നമ്മൾ പറയും. പക്ഷേ എത്ര നമ്മൾ പറഞ്ഞാലും ശരി, നമ്മൾ പേപ്പർ, അതായത് കവറുകൾ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പഠിച്ചില്ലെങ്കിൽ, ഫോംസ് ഫില്ല് ചെയ്യുന്നത് പഠിച്ചില്ലെങ്കിൽ, ഇത്രയും പഠിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ലാത്ത ഒരവസ്ഥ വൈകുന്നേരം വരും. അതുകൊണ്ട് നിങ്ങൾ ദയവായി എല്ലാ ഫോംസും പൂരിപ്പിക്കുന്ന വിധം ഇവിടെ ഞാൻ പറയും. ഹാൻഡ് ബുക്കിൽ ഫോംസ് ഉണ്ട്, ഒരു 4 ഫോംസ് ഒഴികെയുള്ള ഫോംസൊക്കെ ഹാൻഡ് ബുക്കിലുണ്ട്. നിങ്ങൾ ആ ഫോം എല്ലാവരും പൂരിപ്പിക്കുന്ന വിധം കൃത്യമായി മനസ്സിലാക്കിയിട്ട് മാത്രമേ ഇലക്ഷന് പോകാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ ഫോമും പറയാം. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫോമിൽ ഈ പറയുന്നത് കേട്ട് ഫോം പൂരിപ്പിക്കാൻ അറിയാത്ത സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് ഹാൻഡ് ബുക്കിലെ ഫോംസിൽ അനക്സർ ഉണ്ട് കുറേ കൊടുത്തിട്ട്, ആ ഫോംസിൽ നിങ്ങൾക്ക് അവിടെ കുറിച്ച് വെക്കാം. ഹാൻഡ് ബുക്കിൽ എന്തെഴുതുന്നതിനും കുഴപ്പമില്ല, ഹാൻഡ് ബുക്ക് വീണ്ടും ഉപയോഗിക്കുന്നതല്ല. ഇനി എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ റെസീറ്റ്, അതായത് അനക്സർ 22 തിരിച്ചു കൊടുക്കുന്ന റെസീറ്റ് കാണാതെ നമ്മൾ ആ ഒരു റെസീറ്റ് നോക്കാതെ നിങ്ങൾ കവർ സെറ്റ് ചെയ്യരുത്. അപ്പം ഈ റെസീറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ 2 കോപ്പിയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. എൻ്റെ വീഡിയോയിൽ 5ാമത്തെ വീഡിയോ തലേന്ന് കവർ തയ്യാറാക്കുന്ന വിധം എന്ന ഒരു വീഡിയോ ആണ്. അത് നിർബന്ധമായിട്ടും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ആ മാർഗം സ്വീകരിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. എങ്കിലും നമ്മൾ ഈ വൈകുന്നേരം നമുക്കൊരു റെസീറ്റ് തിരിച്ചു കിട്ടേണ്ടതുണ്ട്, ഇത് ഞങ്ങൾ കൈപ്പറ്റിയെന്നും പറഞ്ഞിട്ട്. അപ്പം 2 റെസീറ്റ് ഫോം പൂരിപ്പിച്ചിട്ടാണ് നമ്മൾ കൊണ്ടു കൊടുക്കുന്നത്. അങ്ങനെ കൊണ്ടു കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ റെസീറ്റിൽ എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നൊരു ധാരണ നമുക്ക് ആദ്യമാണ്. ആ റെസീറ്റിന്റെ ക്രമത്തിൽ തന്നെ നമ്മൾ ഇത് ശരിയാക്കേണ്ടതാണ്, നിർബന്ധമാണ്. ഇല്ലെങ്കിൽ യാതൊരു എത്തും പിടിയും കിട്ടാത്ത ഒരവസ്ഥ വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഏറ്റവും നല്ല മാർഗം തലേ ദിവസം തന്നെ കവറുകൾ സെറ്റ് ചെയ്യാം. ഇപ്പം നമുക്കറിയാം 6 മെയിൻ കവറുകളാണ് നമുക്കുള്ളത്. അതിൽ 4 മെയിൻ കവറുകളിൽ ചെറിയ കവറുകൾ ഇടേണ്ടതുണ്ട്. ഒന്നാമത്തെ കവറിൽ 3 കവറുണ്ട്, അതായത് EVM കവേഴ്സ് എന്ന് പറയുന്നതിൽ 3 കവറുണ്ട്. സ്ക്രൂട്ടിനി കവറുണ്ട്, അത് 4 കവറുണ്ട് അതിനകത്ത്. സ്റ്റാറ്റ്യൂട്ടറി കവറിൽ 5 കവറുകളുണ്ട്. പിന്നെ നോൺ സ്റ്റാറ്റ്യൂട്ടറിയിൽ 11 കവറുകളും ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ 5ാമത്തെ വലിയ കവർ എന്ന് പറയുന്നത് ഹാൻഡ് ബുക്കും മറ്റ് സാധനങ്ങളൊക്കെയാണ്. 6ാമത്തെ മറ്റു മെറ്റീരിയൽസ് ആണ്, അത് പ്രശ്നമല്ല. അപ്പോൾ ഈ 4 മെയിൻ കവേഴ്സിൽ ഇടേണ്ട ചെറിയ കവറുകളും അതിനകത്ത് ഇടേണ്ട ഫോറങ്ങളും നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. തലേന്ന് നിങ്ങൾ ഈ പല ബുക്ക്ലെറ്റിലായിട്ടാണ് ഈ ഫോറങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ബുക്ക്ലെറ്റിലൊക്കെ തന്നെ നമ്മൾ വിചാരിക്കും ബുക്ക്ലെറ്റ് പൂരിപ്പിച്ചതിന് ശേഷം ഇലക്ഷൻ കഴിഞ്ഞ് വൈകുന്നേരം നമുക്കിത് കവറിലേക്ക് കയറ്റാമെന്ന്. നിങ്ങൾ ആ പണിക്ക് നിൽക്കണ്ട. എൻ്റെ ഒരു അഭിപ്രായത്തിൽ, നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാണ്, വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ കൂടുതൽ, ഒരു 5 മണിക്ക് ഇലക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ടെൻഷൻ ആവുക ചെയ്യുക. അപ്പൊ അതിനിടയിൽ നമ്മൾ ആരെങ്കിലും ഒരു വോട്ട് ടാലി ആവാതെ എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ, അതായത് വോട്ടേഴ്സ് രജിസ്റ്ററും മെഷീനും തമ്മിൽ എന്തെങ്കിലും ഒരു വോട്ടിൽ ടാലി ആവാതൊക്കെ വന്നാൽ പിന്നത്തെ കാര്യം പറയണ്ടല്ലോ, പിന്നെ ഒരു കവറിലേക്ക് ഒരു ഫോറവും കയറുകയില്ല. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ നമ്മൾ വൈകുന്നേരം ടെൻഷൻ ഫ്രീ ഇരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, തലേന്ന് തന്നെ ദയവായി നിങ്ങൾ എൻ്റെ 5ാമത്തെ വീഡിയോ തലേന്നത്തെ വർക്ക് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഫോംസ് ഈ ബുക്ക്ലെറ്റിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് നിർബന്ധമായും കവറിലേക്ക് കയറ്റി വെക്കുക. അപ്പോൾ ഒന്നാമത്തെ EVM കവേഴ്സ് 3 കവറാണ്. ആ കവർ എടുക്കുക, അതിലേക്ക് കഴിയുന്ന ഫോംസ് കയറ്റി വെക്കുക, റബ്ബർ ബാൻഡ് ഇടുക. എല്ലാത്തിലും ഇപ്പോൾ ഫോംസ് കയറ്റി വെക്കാൻ പറ്റണമെന്നില്ല തലേന്ന്, പക്ഷേ എല്ലാത്തിലും നമുക്ക് കവർ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഈ ഫോംസ് കയറ്റി വെക്കുമ്പോൾ നിർബന്ധമായിട്ടും അറിയുന്ന കാര്യങ്ങൾ, പോളിംഗ് സ്റ്റേഷൻ നമ്പർ, കോൺസ്റ്റിറ്റ്യുവൻസി നമ്പർ, പോളിംഗ് സ്റ്റേഷൻ്റെ പേര്, അത്തരം കാര്യങ്ങളൊക്കെ അറിയുന്നതൊക്കെ നിങ്ങൾ 4 പേരും കൂടി എഴുതിയിട്ട് വേണം ഇതിലേക്ക് കയറ്റാൻ. ചില ഇതിൽ കാണുന്നുണ്ട് വെള്ള പേപ്പറിൽ നില്ല് വെക്കുന്ന രീതി, അതിൻ്റെ ആവശ്യമില്ല. ഫോംസ് പകുതി എഴുതിയതാണെങ്കിൽ അതിൻ്റെ അടിയിൽ വലിയ സ്കെച്ച് വെച്ചിട്ട് ഒരു നില്ലങ്ങ് വരച്ചാൽ മതി വേണ്ട സാഹചര്യത്തിൽ. അപ്പോൾ നിങ്ങൾ
അപ്പോൾ ആ രീതിയിൽ നമ്മൾ പറയുന്ന സമയത്ത് കവറ് തലേന്ന് രാത്രി തന്നെ ശരിയാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് ഇലക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടൻ മൊത്തത്തില് നമ്മൾ ഈ പ്രിസൈഡിങ് ഓഫീസറൊക്കെ ഫുള്ള് ഫ്രീ ആയിരിക്കും. ആ സമയത്ത് എലക്ഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നെ ബാക്കി പൂരിപ്പിക്കേണ്ട കവറുകൾ ഓരോ കവറും എടുക്കുക, അതിനകത്തുള്ള പേപ്പർ എടുക്കുക, അത് അറിയുന്നത് വീണ്ടും പൂരിപ്പിക്കുക. പല സമയത്തും പലതും നമുക്ക് പൂരിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഇലക്ഷൻ തുടങ്ങി കഴിഞ്ഞാൽ ഉടൻ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോയിൻമെന്റ് ഓഫ് പോളിംഗ് ഏജൻസി കംപ്ലീറ്റ് ചെയ്യാം. ആ കവറെല്ലാം എടുത്ത് ആ പേപ്പറെല്ലാം എടുത്ത് ആ കവറിലേക്ക് കയറ്റി അത് അങ്ങനെ പറ്റുന്നത് ഈ ഇലക്ഷൻ നടക്കുമ്പോഴും ക്ലിയർ ചെയ്യാൻ പറ്റും. എടുക്കുന്ന കവറിലേക്ക് ഫോംസ് അതുപോലെ കയറ്റി വെച്ചാൽ മതി. കവറ് ഓരോ സെറ്റിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യാതിരുന്നാൽ മതി. കവറിന് നമ്പർ കൊടുത്തിട്ടാണ് നമ്മളൊരു സിസ്റ്റം ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ അതിലേക്ക് അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ ഫോംസും പൂരിപ്പിക്കുന്ന വിധം കൃത്യമായി പഠിച്ചിട്ട് മാത്രമേ ഇലക്ഷന് പോകാവൂ. അതാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്. നമ്മൾ 17C കടക്കുകയാണ്. ആദ്യത്തെ ഫോമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോമാണ് 17C. ഒരു 10ലധികം ഫോംസ് ഈ 17C തന്നിട്ടുണ്ടാവും. 10+ ഉണ്ടാവും എന്തായാലും. അപ്പം നമ്മൾ ഒരു 2 കോപ്പി നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ എടുത്താൽ മതി. പിന്നെ ഒരു കോപ്പി മതി എന്നാ പറയുന്നത്, വേണമെങ്കിൽ 2 കോപ്പി ആയിക്കോളൂ. ബാക്കി എല്ലാ ഏജൻസിനും ഓരോന്ന് കൊടുക്കണം. മെയിൻ ഏജൻസിന് മാത്രം, റിലീവിംഗ് ഏജൻസിന് കൊടുക്കേണ്ടതില്ല. ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു ഏജന്റിന് വീതം ഇതിന്റെ കോപ്പി കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കി, പ്രിസൈഡിംഗ് ഓഫീസർ ഒരു കോപ്പി തയ്യാറാക്കിയതിനു ശേഷം ഒരു പോളിംഗ് ഓഫീസറെ ഏൽപ്പിക്കുക. ബാക്കി കോപ്പികളൊക്കെ അദ്ദേഹം ഇത് നോക്കി എഴുതി പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിട്ട് അത് ഏജൻസിന് കൊടുക്കാം. ഏജൻസ് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് വാതിലടച്ച് വീണ്ടും ബാക്കി കവറുകളിലേക്കൊക്കെ തിരിയാവുന്നതാണ്. നോക്കുക നിങ്ങൾ, 13C, എലക്ഷൻ ടു ദി LA ഓഫ് കേരള ഫ്രം ഇരിക്കൂർ കോൺസ്റ്റിറ്റ്യുവൻസി. അടുത്തത് നമ്പർ ആൻഡ് നെയിം ഓഫ് പോളിംഗ് സ്റ്റേഷൻ. ഓക്കെ, ഇതെല്ലാം നമ്പറും പോളിംഗ് സ്റ്റേഷനും എല്ലാം ഞാൻ എക്സാമ്പിൾ എടുത്തതാണ്. ഈ ഒരു നമ്പറും കൃത്യമല്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എക്സാമ്പിൾസ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. 184/09 ശാരദാവിലാസം AUP സ്കൂൾ, പരിക്കളം. അതാണ് പോളിംഗ് ബൂത്തിൻ്റെയും സെൻറ്ററിൻ്റെയും പേര്, പോളിംഗ് സ്റ്റേഷൻ്റെ പേര്. കൺട്രോൾ യൂണിറ്റിൻ്റെ നമ്പർ അടുത്തത് അത് ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു നമ്പർ. നിങ്ങൾ ഈ 3 മെഷീൻ്റെ, കൺട്രോൾ യൂണിറ്റിൻ്റെയും വിവിപാറ്റിൻ്റെയും ബാലറ്റ് യൂണിറ്റിൻ്റെയും നമ്പേഴ്സ്, ആ ID നമ്പേഴ്സ് തീർച്ചയായിട്ടും പ്രിസൈഡിംഗ് ഓഫീസർ അവരുടെ സ്വന്തം നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അതിങ്ങോട്ട് പകർത്തിയാൽ മതി. ദെൻ ഒന്നാമത്തത്, ടോട്ടൽ നമ്പർ ഓഫ് എലക്ടേഴ്സ് അസൈൻ ടു ദ പോളിംഗ് സ്റ്റേഷൻ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. ഈ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് ചെയ്യാൻ അർഹതപ്പെട്ടവരുടെ എണ്ണമാണ്. ഈ അർഹതപ്പെട്ടവർ എന്ന് പറയുമ്പോൾ ഈ മാർക്ക്ഡ് കോപ്പി ഓഫ് ദി ഇലക്ടറോൾ നിങ്ങൾ നിർബന്ധമായിട്ട് മുഴുവൻ പരിശോധിക്കണം. അതിനകത്ത് നിന്ന് ടോട്ടൽ നമ്പർ നമുക്ക് കിട്ടും. ഡെലീറ്റഡ് ഉണ്ട്, അവരെ ഒഴിവാക്കണം. PB പോസ്റ്റൽ ബാലറ്റ് ഒഴിവാക്കണം, മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കണം. EDC മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കണം. ഇത്തരത്തിൽ EDCയും ബാക്കിയൊന്നും ഒഴിവാക്കേണ്ടതില്ല. PDCയും പോസ്റ്റൽ ബാലറ്റും ഡെലീറ്റഡും ഉണ്ട്. അതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ പോസ്റ്റൽ ബാലറ്റ് കൊടുത്ത അയാൾ പോസ്റ്റൽ ബാലറ്റ് ചെയ്തില്ലെന്നും പറഞ്ഞ് ഇവിടെ വന്നാൽ അയാളെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവിടെ അർഹതപ്പെട്ടവരുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ, വോട്ട് ചെയ്യാൻ അർഹതപ്പെട്ടവരുടെ കണക്ക് എന്ന് പറയുന്നത് PB മൈനസ് ചെയ്തിട്ടാണ്. അത് മൈനസ് ചെയ്താൽ നമുക്ക് ഈ പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് ചെയ്യാൻ അർഹതപ്പെട്ടവരുടെ എണ്ണം കിട്ടും. ഇവിടെ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് 1130 എടുത്തിരിക്കുന്നു. രണ്ടാമത്തെ കോളം, ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ആസ് എൻറ്റേർഡ് ഇൻ ദ രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ്. വോട്ടേഴ്സ് രജിസ്റ്ററിൽ, അതായത് സെക്കൻഡ് പോളിംഗ് ഓഫീസർ സൂക്ഷിക്കുന്ന വോട്ടർമാരെ കൊണ്ട് ഒപ്പിടുവിക്കുന്ന വോട്ടേഴ്സ് രജിസ്റ്റർ, അതായത് 17A ഫോർമാറ്റിലുള്ള വോട്ടേഴ്സ് രജിസ്റ്ററിൽ എത്ര സീരിയൽ നമ്പർ ഉണ്ട് നോക്കിയാൽ മതി. അവസാനത്തെ സീരിയൽ നമ്പർ നമ്മൾ എടുത്താൽ മതി. അത് ഞാൻ എടുത്തിരിക്കുന്നു 926 എന്ന് പറഞ്ഞാൽ 926 പേര് വോട്ട് ചെയ്തെന്ന് അർത്ഥമില്ല, അത് ബാക്കിൽ വരുമ്പോൾ മനസ്സിലാവും. ആ രജിസ്റ്ററിലെ സീരിയൽ നമ്പർ അവസാനിക്കുന്നത് 926 അപ്പൊ 926 പേര് വന്ന് ഒപ്പിട്ട് കാര്യങ്ങളൊക്കെ നടത്തിയെന്നാണ് അർത്ഥം. ദെൻ അടുത്ത മൂന്നാമത്തെ, നമ്പർ ഓഫ് വോട്ടേഴ്സ് ഡിസൈഡിങ് നോട്ട് ടു റെക്കോർഡ് വോട്ട്സ് അണ്ടർ 49O പ്രകാരം വോട്ട് ചെയ്യണ്ടെന്ന് തീരുമാനിച്ചവരെത്ര പേരാണ്? അതായത് ആദ്യം പേര് വിളിച്ചു, രണ്ടാമത് മഷി കൂട്ടി, അവർ വോട്ടേഴ്സ് രജിസ്റ്ററിൽ ഒപ്പുവിട്ടു. അതിനുശേഷം അവർ പറയാം ഞാൻ ചെയ്യുന്നില്ല. അതാണ് 49O, മൂന്നാമത്തത്. അങ്ങനെയുള്ളത് ഞാൻ ഇവിടെ 2 പേര് കാണിച്ചിട്ടുണ്ട്.
നാലാമത്തത് നമ്പർ ഓഫ് വോട്ടേഴ്സ് നോട്ട് അലൗഡ് ടു വോട്ട് അണ്ടർ റൂൾ 49M. 49M എന്ന് പറയുന്നത് വോട്ടിംഗ് പ്രൊസീജിയർ വയലേറ്റ് ചെയ്തതുകൊണ്ട് ഈ ഒരു വോട്ടറെ കൊണ്ട് വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. അങ്ങനെയുള്ളവരാണ് 49M വരുന്നത്. അങ്ങനെയുള്ള ഒരാളുണ്ടായിരുന്നു. അതാണ് ഞാനിവിടെ ഒരാൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അഞ്ചാമത്തത് ടെസ്റ്റ് വോട്ടാണ്. 49MA എന്ന് പറയുന്ന ടെസ്റ്റ് വോട്ട്. ടെസ്റ്റ് വോട്ട് ഇതിനകത്ത് ഞാൻ എക്സാമ്പിൾ ആയിട്ട് ടോട്ടൽ നമ്പർ എത്ര ടെസ്റ്റ് വോട്ട് ചെയ്തു ഒരെണ്ണ ചെയ്തത്. അത് സീരിയൽ നമ്പർ ഓഫ് എലക്ടേഴ്സ് ഇൻ ഫോം 17. അത് സീരിയൽ നമ്പർ ഓഫ് എലക്ടേഴ്സ് ഇൻ ഫോം 17 ഏതാണ് അത് ചെയ്ത് ഏത് നമ്പറിലാണ് അത് കിടക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെ? ഇലക്ട്രോളിലല്ല കേട്ടോ, വോട്ടേഴ്സ് രജിസ്റ്ററിലെ എത്രാമത്തെ ക്രമനമ്പറിലാണ് ഈ ടെസ്റ്റ് വോട്ട് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ഞാൻ 325ാമത്തെ നമ്പറായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്ന് കാണിച്ചിട്ടുണ്ട്. ദെൻ 4A 5A ആണ് ഇപ്പൊ പറഞ്ഞത്. 5B കാൻഡിഡേറ്റ്സ് ഫോർ ഹും ടെസ്റ്റ് വോട്ട് കാസ്റ്റ്. ആർക്കാണ് ഈ ടെസ്റ്റ് വോട്ട് കാൻഡിഡേറ്റ് ചെയ്തതെന്നാണ് നോക്കുക. അതിന്റെ സീരിയൽ നമ്പർ ചോദിക്കും. ഇവിടെയാണ് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. സീരിയൽ നമ്പർ എന്ന് കേട്ടാൽ ഉടൻ ഒന്നെന്ന് നമ്മൾ കൊടുക്കരുത്. ഈ സീരിയൽ നമ്പർ, അതായത് 5Bയിലെ സീരിയൽ നമ്പർ എന്ന് പറയുന്നത് ഒരാളുടെ ഈ സ്ഥാനാർത്ഥിയുടെ ബാലറ്റ് പേപ്പറിലെ ക്രമനമ്പറാണ്. ഇപ്പോൾ ചില ബാലറ്റ് പേപ്പറിൽ 8 ഉണ്ടാവും, 9 ഉണ്ടാവും, 13 വരെ ഉള്ളത് കേരളത്തിൽ മാക്സിമം. അപ്പൊ ബാലറ്റ് പേപ്പറിലെ ഈ ടെസ്റ്റ് വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയുടെ ക്രമനമ്പറാ ചോദിച്ചിരിക്കുന്നത്. അത് നമ്മൾ എഴുതി. ഇവിടെ ഞാൻ 04 എന്ന് എഴുതിക്കും. 4ാമത്തെ ക്രമനമ്പറിലുള്ള സ്ഥാനാർത്ഥിക്കാണ് ഇയാള് ടെസ്റ്റ് വോട്ട് ചെയ്തത്. നെയിം ഓഫ് കാൻഡിഡേറ്റ്, ആ സ്ഥാനാർത്ഥിയുടെ പേരെന്താണ്? തോമസ് KJ എന്നാണ് ആ സ്ഥാനാർത്ഥിയുടെ പേര് ഞാൻ എഴുതിയത്. ഫോർ എക്സാമ്പിൾ, എത്ര വോട്ട് ചെയ്തു അയാൾക്ക്? 1 വോട്ട് ടെസ്റ്റ് വോട്ടായിട്ട് ചെയ്തിട്ടുള്ളൂ. ഇതാണ് നമ്മൾ ഈ ടെസ്റ്റ് വോട്ട് ഇങ്ങനെ കൃത്യമായിട്ട് എഴുതാനുള്ള കാരണം എന്താ? ടെസ്റ്റ് വോട്ട് എന്ന് പറയുന്നത് ഒരാൾ രണ്ടാമത് ഒരു ടെസ്റ്റ് വോട്ടായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അയാൾ രണ്ടാമത് അത് ടെസ്റ്റ് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ പ്രിസൈഡിംഗ് ഓഫീസറും പോളിംഗ് ഏജന്റുമാരും അയാളെ കൂട്ടത്തിൽ പോകും. കമ്പാർട്ട്മെന്റിൽ എല്ലാവരും കാണുകയാണ് അയാൾ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അയാൾ ആർക്ക് ചെയ്തു എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ പ്രിസൈഡിംഗ് ഓഫീസർ നോട്ട് ചെയ്ത് വെക്കണം. മനസ്സിലായല്ലോ? ദെൻ 6ാമത്തെ കോളം ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് റെക്കോർഡഡ് ആസ് പെർ വോട്ടിംഗ് മെഷീൻ. വോട്ടിംഗ് മെഷീൻ പ്രകാരം എത്ര വോട്ട് ഉണ്ട്? അതായത് 2ൽ നിന്ന് 3ഉം 4ഉം കുറച്ചാൽ മതി. അത്രേ കുറയ്ക്കാൻ പാടുള്ളൂ. 2 - 3 - 4. അപ്പൊ 2 എന്ന് പറയുന്നത് 926 ആണ്. 3 എന്ന് പറയുന്ന കോളത്തിൽ 2 പേരുള്ള. അപ്പൊ 926 കുറയ്ക്കണം 2. പിന്നെ 4ാമത്തേൽ ഒരാളേ ഉള്ളൂ, കുറയ്ക്കണം 1. അപ്പോൾ 923 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം, സംശയമില്ലാതെ ശ്രദ്ധിക്കേണ്ട കാര്യം, ടെസ്റ്റ് വോട്ട് മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല. മൈനസ് ചെയ്യരുത്. എന്താ കാരണം? ഇതും അതും തുല്യമായിട്ടായിരിക്കും കിടക്കുന്നത്. ടെസ്റ്റ് വോട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, അയാളുടെ വോട്ട് ആദ്യം പോയി ചെയ്തു. അതിനുശേഷമാണ് അയാൾ പറയുന്നത് ഞാൻ ചെയ്ത ആക്കല്ല സ്ലിപ്പ് വന്നതെന്ന്. അപ്പോൾ അയാൾക്ക് ഒരു ടെസ്റ്റ് വോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അവസരം കൊടുക്കുകയാണ്. അപ്പോൾ അയാൾ ഒരു വോട്ട് അവിടെ അധികം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേ അധികം ചെയ്തത് ഈ പ്രിസൈഡിംഗ് ഓഫീസർ ഈ 17A രജിസ്റ്ററിൽ, സെക്കൻഡ് പോളിംഗ് ഓഫീസർ സൂക്ഷിക്കുന്ന 17A രജിസ്റ്ററിൽ അയാൾക്ക് ആദ്യം തന്നെ ഒരു വോട്ട് അയാളുടെ ചെയ്തു പോയി. അപ്പോൾ ഒരു എൻട്രി നടന്നിട്ടുണ്ട്. ക്രമ നമ്പർ, അയാളുടെ ഒപ്പ് എല്ലാം ചെയ്തിട്ടുണ്ട്. അയാളുടെ വോട്ടർ ID ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി രണ്ടാമത് ടെസ്റ്റ് വോട്ട് ചെയ്യുന്ന സമയത്ത് പ്രിസൈഡിംഗ് ഓഫീസർ അതേ രജിസ്റ്ററിൽ അയാളുടെ അതേ ഡീറ്റെയിൽസ് വീണ്ടും എഴുതണം. അപ്പോൾ അയാൾക്ക് ഇവിടെ 2 സീരിയൽ നമ്പർ ആയി ശരിക്കും. അപ്പോൾ അത് 2 വോട്ട് അവിടെ ചെയ്തെങ്കിൽ 2 വോട്ടിന്റെ കണക്ക് ഇവിടെ രജിസ്റ്ററിലും ഉണ്ടാവും. ഒരേ സാധനം രണ്ടാമത്തെ തവണ, എന്നിട്ട് രണ്ടാമത്തെ തവണ ചെയ്യുന്നതിനെ അയാൾ ഈ രജിസ്റ്റർ വോട്ടേഴ്സ് രജിസ്റ്ററിൽ റിമാർക്ക് എഴുതുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഒന്ന് കൂടുതൽ ചെയ്തില്ലേ വോട്ടിംഗ് മെഷീൻ എന്ന് നമുക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല. വോട്ടിംഗ് മെഷീനിൽ ഒന്ന് കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ വോട്ടേഴ്സ് രജിസ്റ്ററിലും അയാൾക്ക് 2 എൻട്രി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത് സെയിം ആയിരിക്കും. അതുകൊണ്ട് ടെസ്റ്റ് വോട്ട് കുറയ്ക്കേണ്ട ചുമതല നമുക്കല്ല. അവിടെ ഈ ഡീറ്റെയിൽസ് കാണിക്കുക മാത്രമേ വേണ്ടൂ. ടെസ്റ്റ് വോട്ട് കുറയ്ക്കേണ്ടത് ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് അധികം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ആ സ്ഥാനാർത്ഥിക്കുള്ള വോട്ട് കുറയ്ക്കുന്നത് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ചിട്ടാണ്, കൗണ്ടിങ് ടേബിളിൽ വെച്ചിട്ടാണ് എന്ന കാര്യം നിങ്ങൾ ഓർമ്മിക്കുക. അതുകൊണ്ട് അതിനെപ്പറ്റി ടെൻഷൻ ഇരിക്കേണ്ട. കുറയ്ക്കേണ്ടത് ആകെ 2 കോളങ്ങളാണ്. 3ഉം 4ഉം കോളങ്ങളിലെ വോട്ടുകളാണ് കുറയ്ക്കേണ്ടതുള്ളൂ. അപ്പോൾ എന്താകും?
മെഷീൻ വോട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ മെഷീൻ വോട്ടും രജിസ്റ്ററിലെ വോട്ടും തുല്യമാകുമെന്നാണ് പറയുന്നത്. ഏഴാമത്തെ കോളം ഇത് ടാലി ആയോ എന്നാ ചോദിക്കുന്നത്. നാലാമത്തെ കോളം ടാലി ആയോ, സോറി, ആറാമത്തെ കോളം ടാലി ആയിട്ടുണ്ടോ എന്നാ ചോദ്യം. ആറാമത്തെ കോളം ടാലി ആവണമെങ്കിൽ 4 കുറയ്ക്കണം ആറാമത്തെ കോളം ടാലി ആവണേ എന്ത് വേണം? 2ൽ നിന്ന് 3ഉം 4ഉം കുറച്ചാല് വോട്ടിങ്ങിന്റെ മെഷീനിലുള്ള വോട്ടാവും രജിസ്റ്ററിന് തുല്യമാവും. അപ്പം നമ്മൾ എഴുതുന്നു യെസ് ടാലീഡ് എന്ന് നമ്മൾ എഴുതുന്നു. എട്ടാമത്തെ കോളം നമ്പർ ഓഫ് വോട്ടേഴ്സ് ടു ഹും ടെൻഡേഡ് ബാലറ്റ് പേപ്പേഴ്സ് വർ ഇഷ്യൂഡ് അണ്ടർ റൂൾ 49P. ടെൻഡർ ബാലറ്റ് ചെയ്ത ഒരാളുണ്ട് എൻ്റെ കണക്കിൽ, അപ്പം ഞാൻ 1 എന്ന് എഴുതി. അതായത് ഒരാളുടെ വോട്ട് ചെയ്തു പോയി, അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, അതൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ 9A റിസീവ്ഡ് ഫോർ യൂസ്. 20 എണ്ണമാണ് ടെൻഡർ ബാലറ്റ് തന്നത്, ആ 20 എന്ന് എഴുതി. അതിൻ്റെ സീരിയൽ നമ്പർ ഫ്രം ടു. ഇതൊക്കെ നമ്മൾ തലേന്ന് ഈ ഫ്രം ടു ഒക്കെ നമുക്ക് എഴുതി വെക്കാവുന്നതാണ്. ഇഷ്യൂഡ് ടു എലക്ടേഴ്സ്. എലക്ടറിന് എത്ര കൊടുത്തു? ഒരെണ്ണം കൊടുത്തു. അതേതാ സീരിയൽ നമ്പർ? 735/27. അതും എഴുതി വെച്ചു. 9 സീല് നോട്ട് യൂസ്ഡ് ആൻഡ് റിട്ടേൺഡ്. ഉപയോഗിക്കാത്തതും മടക്കി കൊടുത്തതുമായ എത്ര സ്ലിപ്പ് ഉണ്ട്? അപ്പോൾ 19 എണ്ണുണ്ട്. 19ന്റെ സീരിയൽ നമ്പർ എപ്പം മുതൽ എപ്പം വരെയാണ്? 735/28 മുതൽ 735/46 വരെ. അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല, നമ്മൾ എഴുതി കൃത്യമായിട്ട്. ഇനി പേപ്പർ സീലിന്റെ കണക്ക് അതിന്റെ താഴെ. പേപ്പർ സീൽ നോക്കുക. ഒന്നാമത്തത് പേപ്പർ സീൽ സപ്ലൈഡ് ഫോർ യൂസ്. 3 പേപ്പർ സീലാണ് തന്നിരുന്നത്. അതിന്റെ സീൽ നമ്പർ 697/58 മുതൽ 697/60 വരെ കഴിഞ്ഞു. പേപ്പർ സീൽ യൂസ്ഡ് ഒരെണ്ണമാണ് യൂസ് ചെയ്തത്. എത്ര നമ്പർ ആണെന്ന് ചോദിച്ചിരിക്കുന്നു. ഒരെണ്ണം യൂസ് ചെയ്തിരിക്കുന്നു. അതിന്റെ സീരിയൽ നമ്പർ ഞാൻ 697/58 താഴെ എഴുതിയിരിക്കുന്നു. ഇനി വോട്ടിംഗ് മെഷീനൊക്കെ രണ്ടാമത് ഒരിക്കൽ കൂടി മാറ്റേണ്ട സാഹചര്യം വന്നാൽ ഒന്നിൽ കൂടുതൽ ഉപയോഗിക്കേണ്ടതായിട്ടൊക്കെ നമ്മൾ വരും. പിന്നെ എന്തെങ്കിലും കീറിപ്പോയ ഡാമേജിനൊക്കെ വരും. അൺയൂസ്ഡ് പേപ്പർ, അടുത്തത് മൂന്നാമത്തത് അൺയൂസ്ഡ് പേപ്പർ സീൽസ് റിട്ടേൺ ടു റിട്ടേണിംഗ് ഓഫീസർ. ടോട്ടൽ 2 എണ്ണം തിരിച്ചു കൊടുത്തു. 3 എണ്ണം നമുക്ക് തന്നു, 1 നമ്മൾ ഉപയോഗിച്ചു. റിട്ടേണിംഗ് ഓഫീസർക്ക് തിരിച്ചു കൊടുത്തത് എത്രയാണ്? അത് 2 എണ്ണമാണ്. അതിന്റെ സീരിയൽ നമ്പർ ഏതൊക്കെയാണ്? 697/59 ടു 697/60. നാലാമത്തെ കോളം പേപ്പർ സീലിലെ നാലാമത്തെ കോളം ചോദിക്കുന്നു. ഡാമേജ്ഡ് പേപ്പർ സീൽ ഇഫ് എനി. ഞാൻ എഴുതി ഡാമേജ്ഡ് ആയിട്ടുള്ള പേപ്പർ സീൽ ഇല്ലായിരുന്നു. ആകെ 3 തന്നത്. 1 ഞാൻ ഉപയോഗിച്ചു, 2 എണ്ണം തിരിച്ചു കൊടുത്തു. ഡാമേജ്ഡ് ഇല്ല. സിഗ്നേച്ചർ ഓഫ് ദ പ്രിസൈഡിംഗ് ഓഫീസർ വലതുഭാഗത്ത് പോളിംഗ് സ്റ്റേഷൻ നമ്പർ 184. സിഗ്നേച്ചർ ഒപ്പിടുക. ഡേറ്റ് ആൻഡ് പ്ലേസ് 9/4/2026. ഈ വോട്ടിംഗ് സ്റ്റേഷൻ്റെ പോളിംഗ് സ്റ്റേഷൻ്റെ സ്ഥലം ആണ്, പ്ലേസ് ആയിട്ട് നമ്മൾ വെക്കുന്നത് പരിക്കളം. ഓക്കെ, ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഈ 17C ഇത്രയും ഭാഗങ്ങളല്ല ഉള്ളത്. ഇനി 17C 2 ഭാഗങ്ങൾ കൂടിയുണ്ട്. അതായത് ഒന്ന് റിസൾട്ട് സെക്ഷനും മറ്റൊന്ന് VVPAT എന്ന സെക്ഷനും. അത് രണ്ടും നമ്മൾ അവിടെ കാലിയായിട്ട് ബ്ലാങ്ക് ആയിട്ട് ഇട്ടാൽ മതി. ആ ഫോമിൽ അവിടെ തന്നെ ഉണ്ടാവണം. നമ്മൾ ഇത്രയും ഭാഗം പൂരിപ്പിച്ച് ഒപ്പിട്ട് നമ്മുടെ പണി കഴിഞ്ഞു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്ര വരെ നമ്മൾ എഴുതേണ്ടതുള്ളൂ. ബാക്കി ഭാഗം റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോഴാണ് ആ ഭാഗം എഴുതേണ്ടത്. അത് നമ്മുടെ പണിയല്ല, അത് പിന്നെ കൗണ്ടിങ് സ്റ്റേഷനിൽ വെച്ച് ചെയ്യേണ്ട കാര്യമാണ്. മൂന്നാമത്തെ ഭാഗവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിൽ ക്ലിയർ ആയിട്ടുണ്ടാവും കാര്യങ്ങളെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് 17C ആണ്. 17C ആണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കണക്ക് കൊടുക്കേണ്ടതും 17C ആണ്. പിന്നെ അതേപോലെ തന്നെ കൗണ്ടിങ് ടേബിളിൽ വരുന്ന ഒരു കണക്ക് എന്ന് പറയുന്നത് ഇതാണ്. കൗണ്ടിങ് ടേബിളിലും ഈ സാധനം തന്നെയാണ് വരുന്നത്. ഏത്? 3 കവറുകളാണ് കൗണ്ടിങ് ടേബിളിലേക്ക് വരുന്നത്. അതാണ് EVM കവേഴ്സ് എന്ന് പറയുന്നത്. അതിൽ 1 17C ആണ്, 2 പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ടാണ്, 3 പ്രിന്റഡ് VVPAT സ്ലിപ്പ്. മോക്ക് പോൾ നടത്തിയപ്പോൾ ബ്ലാക്ക് കവറിൽ, അതിനുശേഷം നമ്മൾ ബ്ലാക്ക് കവറിൽ ഇട്ടിട്ട് സീൽ ചെയ്ത മോക്ക് പോൾ സ്ലിപ്പാണ് മൂന്നാമത്തെ കവർ. ഈ 3 കവറുകളെയാണ് നമ്മൾ EVM കവേഴ്സ് എന്ന് പറയുന്നത്. അതാണ് കൗണ്ടിങ് ടേബിളിലേക്ക് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറാണ് 17C അഥവാ ബാലറ്റ് പേപ്പർ അക്കൗണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് പൂരിപ്പിച്ച് ഇതിൻ്റെ കോപ്പിയാണ് നമ്മൾ ഏജന്റുമാർക്ക് കൊടുക്കേണ്ടത്. ഒരു കോപ്പി വൃത്തിയായി പ്രിസൈഡിംഗ് ഓഫീസർ പൂരിപ്പിച്ചതിന് ശേഷം ഒരു ഓഫീസർക്ക് ബാക്കി
10, 11, 12 ഫോമുകൾ പൂരിപ്പിക്കുക. ഇതേപോലെ സെയിം കോപ്പി എടുക്കാൻ വേണ്ടി കൊടുക്കുക. കൊടുത്ത് എല്ലാം ഒപ്പിട്ട് അവർക്ക് കൊടുക്കുന്നതോടുകൂടി അവരുമായിട്ടുള്ള ഒരു ഇത് കഴിഞ്ഞു എന്നാണ് പറയാനുള്ളത്. ഇതിൽ എന്തെങ്കിലും ഈ പിന്നെ 17C പൂരിപ്പിക്കുന്ന കാര്യം എല്ലാത്തിലുമല്ല, 17C പൂരിപ്പിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ സംശയം കമൻറ്റ് ബോക്സിൽ എഴുതുക, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ? എല്ലാം പഠിച്ചിട്ടേ പോകട്ടോ. ഫോം പൂരിപ്പിക്കുന്ന കാര്യത്തിലൊന്നും ഒരൊറ്റ പ്രിസൈഡിങ് ഓഫീസർക്കും ഫസ്റ്റ് പോളിംഗ് ഓഫീസർക്കും പ്രധാനമായിട്ട് ഫസ്റ്റിനെ ഇതൊന്നും ബാധിക്കാതെന്നൊന്നും ആരും ചിന്തിച്ചാളരുത് കേട്ടോ. ഫസ്റ്റിനെയും ബാധിക്കും. അപ്പോൾ എല്ലാം പഠിച്ചിട്ടേ പോകാവൂ. ആദ്യത്തേതാണ് ഞാനിപ്പോൾ വിട്ടത്. അടുത്തത് പ്രിസൈഡിങ് ഓഫീസേഴ്സ് ഡയറിയാണ്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഓക്കെ. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.